ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ SSLC പരീക്ഷയുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് വിചാരിക്കുന്നു. എങ്ങനെ പോകുന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾറെഡി കഴിഞ്ഞ പരീക്ഷകൾക്ക് നിങ്ങൾ എത്ര A+ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എക്സാമിനർ നിങ്ങളുടെ പരീക്ഷ പ്രിപ്പറേഷനിൽ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ എന്തൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുള്ള കാര്യം, എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം, അതും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ മക്കളെ. നിങ്ങളെല്ലാവരും +1 പോകാൻ പോകുന്ന കുട്ടികളാണ്. +1 സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ +1 പറ്റി കുറച്ച് സത്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി നന്നായിരിക്കും. സാർ എന്തിനാണ് ഇപ്പോൾ പറയുന്നത്, SSLC പരീക്ഷ അല്ലേ, ഇപ്പോഴേ ഞങ്ങളിത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴേ കേട്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ സത്യം, ഒരു റിയൽ ഫീല് കിട്ടുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലേ, പഠനത്തിൻ്റെ ബുദ്ധിമുട്ട്, പഠിക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. അപ്പോൾ മറന്നു പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ കേൾക്കണം. സാർ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? മക്കളെ, +1 എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പോലെയല്ല, 9ാം ക്ലാസ് പോലെയല്ല, 8ാം ക്ലാസ് പോലെയല്ല. ഈ ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് +1 ഇത്രയും വലിയ സംഭവം ഉള്ളത്? നമ്മൾ +1 വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, നമ്പേഴ്സ് വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഫിസിക്സിൽ എത്ര ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്? SSLCയിൽ 7 ചാപ്റ്റർ അല്ലേ? ചെറിയ ചാപ്റ്റേഴ്സ് അല്ലേ, വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, അത്രയൊന്നും ഇല്ല എന്നുള്ളവരും എനിക്ക് +1 മനസ്സിലാക്കിക്കോളൂ. +1 എത്തുമ്പോൾ അത് 14 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ 18 ചാപ്റ്റേഴ്സ്, മാത്സിലും 14 ചാപ്റ്റേഴ്സ്. ചാപ്റ്റർ തന്നെ ഡബിളായി. അപ്പോൾ നേരെ ചാപ്റ്റർ ഡബിളായി, ഓക്കെ ശരി, വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെ കുഴപ്പമുണ്ട്. ഒരു ചാപ്റ്റർ SSLCയുടെ ഫിസിക്സിൻ്റെ കാര്യമല്ലേ, മാത്രമല്ല എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഒരു ചാപ്റ്റർ SSLC ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ അത് +1 ഫിസിക്സിൽ ഒരു ചാപ്റ്ററിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്ര വ്യത്യാസം ഉണ്ടാവും? +1 ഒരു ചാപ്റ്ററിലെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ SSLCയിൽ ഒരു 2 ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് മിനിമം ഉണ്ടാവും. ചില ചാപ്റ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ +1 ഒരു ചാപ്റ്റർ SSLCയിൽ 3 ചാപ്റ്ററിനോളം വരും. ഇത് ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ വലിയ സംഭവമായിട്ട് ഭയങ്കര ടഫാണെന്ന് പറയാൻ വേണ്ടി പറയല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ മുന്നോട്ട് +1 പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, സയൻസിനായിരിക്കും ഇങ്ങനെയുള്ളത്, കൊമേഴ്സിനൊന്നും ഇങ്ങനെയല്ല. കൊമേഴ്സിന് തന്നെയാണ്, കൊമേഴ്സിന് ഈവൻ വേഴ്സാണ് കാര്യം. കാരണം നിങ്ങൾ പഠിക്കാത്ത കുറേ സബ്ജക്ട്സ്, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കുക. അറ്റ്ലീസ്റ്റ് സയൻസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നിങ്ങൾ +1 ഉണ്ടാവുക. അപ്പോൾ എല്ലാ +1 സബ്ജക്ട്സിലും ഇൻക്ലൂഡിങ് ഹ്യൂമാനിറ്റീസിൽ ഇത്രയും വോളിയം കണ്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും സാർ ഇതൊക്കെ എന്തിനാ അപ്പോൾ സാർ ഞങ്ങളോടിപ്പോൾ പറയുന്നത്, ഞങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ SSLCയിൽ. പറയുന്ന ഇത്രയേ ഉള്ളൂ മക്കളെ. നെക്സ്റ്റ് ഇയർ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റ്, നിങ്ങൾ കയറുമ്പോൾ +1 നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വരുമ്പോൾ ഉള്ള ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മെല്ലെ മാറ്റി തുടങ്ങണം. അത് മാറ്റാത്തത് കൊണ്ട് പല കുട്ടികളും ഇപ്പോൾ +1 കഷ്ടപ്പെടുന്നുണ്ട്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ ആ SSLC മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് കയറും. +1 ആ SSLCക്ക് പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി പഠിച്ചാൽ പോലെ, അപ്പോൾ അതുപോലെ ഞാൻ +1 മാങ്ങും അല്ലെങ്കിൽ മാർക്ക് വാങ്ങും എന്നുള്ള മൈൻഡ് സെറ്റിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ വളരെ സിമ്പിൾ സൊല്യൂഷനാണ്. നിങ്ങൾ +1 കയറുമ്പോൾ ആദ്യം മുതലേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ ട്രഡീഷണലായിട്ട് എല്ലാ ടീച്ചേഴ്സും പറയുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ട് വൃത്തിക്ക് ചെയ്യുക. അത് ചെയ്ത് ഒരു കുട്ടി പോലും ബുദ്ധിമുട്ടാൻ പോകുന്നില്ല. സാർ ഇതെങ്ങനെ പഠിക്കുക? നിങ്ങൾക്ക് എങ്ങനെ വേണേൽ പഠിക്കാം, നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമെന്നോ ഇനി പ്ലാറ്റ്ഫോം ഇല്ലാണ്ടോ സ്കൂളിൽ നിന്നൊക്കെ വെച്ച് പഠിക്കാം. പക്ഷേ എക്സാമിനറിന് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതെന്തിനാ അത്ര നേരത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബുക്കിൻ്റെ ഓഫർ, ഫ്രീ ബുക്കിൻ്റെ ഓഫർ നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് ബുക്ക് കുട്ടികൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, 1000 കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാം. അതുകൂടാതെ എൻട്രൻസിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ചസും ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ലൈവ് ക്ലാസ് ആയിരിക്കും എടുത്തുതരാം. ഇനി എക്സാമിനറിൽ ജോയിൻ ചെയ്ത ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുമോ? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. കഴിഞ്ഞ വർഷത്തെ +1 റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ +1 അഗ്നി ബാച്ചിൽ നിന്ന് മാത്രം 18 കുട്ടികൾക്കാണ് മക്കളെ 520ൽ 520 മാർക്ക് കിട്ടിയത്. ഇത്രയും ഗംഭീരമായ റിസൾട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. മര്യാദയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിലെ ക്ലാസ്സും വെച്ചിട്ട്, ബാച്ചിലെ ക്ലാസ് ആരായിരിക്കും എടുക്കുക? നിങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ എക്സാമിനർ SSLC ചാനൽ കാണും, അതേ ടീച്ചേഴ്സിൻ്റെ ആയിരിക്കും നിങ്ങൾ കാണും. അപ്പോൾ എന്നെ കാണും, നിങ്ങൾ അർച്ചനാംസിനെ കാണും, അലൻ സാറിനെ കാണും, അവരൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. അത് പക്ഷേ എക്സാമിൻ്റെ സമയത്ത് യൂട്യൂബിലല്ല, ആദ്യം മുതൽ തന്നെ നന്നായിട്ട് പഠിക്കുക. ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ ഫുള്ള് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ SSLCയിൽ നമ്മൾ മെയിനായിട്ട് റെക്കോർഡ് ക്ലാസ്സും എക്സ്ട്രാ ലൈവായിട്ടായിരിക്കും ചെയ്തത്. +1 എത്തുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, മെയിനായിട്ട് ലൈവ് ക്ലാസ് ആയിരിക്കും. എക്സ്ട്രാ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലല്ലോ, അതല്ല ഇവിടുത്തെ വിഷയം. വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ +1 എത്തുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഈ SSLC ആറ്റിറ്റ്യൂഡ്, അതായത് ഈ അവസാന നിമിഷമുള്ള പഠനം വെച്ചിട്ട് A+ വാങ്ങുന്ന ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. അത് നിങ്ങൾ മാറ്റാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും +1 ഫേസ് ചെയ്യില്ല.
ആ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന പോലെ ഇത് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷേ ഇപ്പം നിങ്ങൾ കേൾക്കേണ്ട സത്യമാണ്. കാരണം ഇപ്പം നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ കേൾക്കുമ്പോൾ +1 ഇങ്ങനെ നിങ്ങൾ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് സീരിയസ് ആയിട്ട് തോന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിപ്പം ഒന്ന് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. എന്നിട്ട് മറന്നേക്കൂ, തൽക്കാലം മറന്നേക്കൂ. എന്നിട്ട് +1 എത്തുമ്പോൾ വീണ്ടും പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക, ആ ഒരു കാണാൻ വേണ്ടി ശ്രമിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നമ്മുടെ SSLC പരീക്ഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ക്രൂഷ്യലാണ് ഇതിനുള്ളത്. നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെറുതായി ഉഴപ്പിയാൽ പോലും നിങ്ങളുടെ A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ആ A+ നിങ്ങൾ നഷ്ടപ്പെടരുത്. നല്ല സബ്ജക്റ്റ് കോമ്പിനേഷൻ നല്ലൊരു സ്കൂളിൽ ലഭിക്കണമെങ്കിൽ ഫുൾ A+ നിർബന്ധമാണ്. അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക, ഒരു രീതിയിൽ ഉഴപ്പാതിരിക്കുക, ഒരു നിമിഷം പോലും നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ A+ കിട്ടും, മാത്രമല്ല സമാധാനം. വെക്കേഷൻ സമയത്ത് ഫുൾ സമാധാനം. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.